പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റായ ഒരു വാഹനവും അതുപോലെ തന്നെ ഇവർക്ക് ട്രോളിയും നമ്മളിന്ന് ഇവർക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അതുകൂടാതെ അവർക്ക് എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഒരു ബാഗും കൂടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. ഈ പരിപാടി ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് രജനി മനോജ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി കുട്ടാലെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാരായ നന്ദിത വിനോദ്, സേതുമോൻ ചിറ്റേത്ത്, റോസ്മി രാജു, അതുപോലെ തന്നെ AS സെക്രട്ടറി BEO ബിനോയ് പൗലോസ്, അതുപോലെ തന്നെ നമ്മുടെ അനസ്, ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് 2-3 വർഷമായിട്ട് നമ്മളുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ വാർഡിൽ ശുചിത്വ കർമ്മങ്ങളെല്ലാം വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. ഒക്കെ മാലിന്യവിമുക്ത നവകേരളം മാർച്ച് 30-ാം തീയതി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടെന്നോണം നമ്മൾ കൊഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരു ഇലക്ട്രിക് വണ്ടിയുണ്ട്. ചെറിയ റോഡുകളിലൂടെ പോകുന്നതിന് ചെറിയ വണ്ടിയും വലിയ റോഡുകളിലൂടെ പോകുന്നതിന് വലിയ വണ്ടിയും, ഒപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ സമാഹരിക്കുന്നതിനും അതിൻ്റെ വണ്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 6 ട്രോളികളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് എൻ്റെ കർമ്മം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനി മനോജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി കൂട്ടാല, മറ്റ് വാർഡ് മെമ്പർമാരായ ബിനോയ് പൗലോസ്, സേതുമോൻ ചിറ്റേത്ത്, നന്ദിത വിനോദ്, റോസ്മി രാജു, മറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഡ്രൈവർ, അനസ് അടക്കമുള്ള മാധ്യമങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ അടക്കം ചിട്ടയോടുകൂടി നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് MCF വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 60 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പാറപ്പുറം MCF പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വാർഡുകളിൽ നമ്മൾ മിനി MCF സ്ഥാപിച്ചിട്ടുണ്ട്. മിനി MCFകളിൽ നിന്നും വീടുകളിൽ നിന്നും സമാഹരിക്കുന്ന വേസ്റ്റ് വണ്ടികളിൽ, ചെറിയ വണ്ടികൾ, അതായത് നമുക്ക് 2 വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ വാങ്ങിയിട്ടുള്ളത്. ഇന്ന് പുതിയ 2ാമത്തെ വണ്ടി വാങ്ങിച്ചതിൻ്റെ ട്രോളികളുടെയും ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരം ഒരു മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൊഴൂർ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വണ്ടി, ആ വണ്ടിയിൽ നമുക്ക് ലോഡ് കയറ്റാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ വലിയൊരു വണ്ടി നമ്മൾ ഇപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേന ചേച്ചിമാർ ഈ വീടുകളിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് അവർക്കത് കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പഞ്ചായത്തിനെ അറിയിച്ചപ്പോൾ ഇത്തരത്തിൽ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട്, വീടുകളിൽ കളക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു ഉന്തുവണ്ടി നമ്മളിന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കൊഴൂർ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായിട്ടും മാലിന്യ മുക്തമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടു പോകുന്നത്. എന്നിരുന്നാൽ ഇന്നത്തെ ഈ ഔപചാരികമായിട്ട് ഈ വണ്ടിയുടെയും ഈ ഉദ്ഘാടനം ഇന്നിവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നടത്തി. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തും. സെക്രട്ടറി പിടിച്ചോളൂ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോ. രണ്ടെണ്ണമുണ്ട്, ഒരെണ്ണത്തുമ്പോ രണ്ടെണ്ണം.
വേസ്റ്റിന് കൊടുക്കണ്ടേ